നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ തകർത്ത് കളയുന്ന നൂറുകണക്കിന് കാര്യങ്ങളിൽ 10 അപകടങ്ങളെക്കുറിച്ചും അതിന്റെ പരിഹാരത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഈ 10 അപകടങ്ങൾ നമുക്കറിയാത്തതല്ല, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. നമുക്കെല്ലാവർക്കും ഒരുപോലെ അറിയുന്നതാണെങ്കിൽ പോലും നമ്മുടെ മക്കളെ ഈ അപകടങ്ങളുടെ മധ്യത്തിലേക്ക് വിട്ടുകൊണ്ട് അവർ ശരിയായി വരണം എന്ന് വിചാരിക്കുകയാണ്. വിട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവരെ നമ്മളെന്തോ അപകടത്തേക്ക് പറഞ്ഞേക്കാണെന്നുള്ള നിലക്കല്ല. അവർ കളിക്കുന്ന കളിസ്ഥലങ്ങളിൽ, അവർ പഠിക്കുന്ന കലാലയങ്ങളിൽ, അവരുടെ സുഹൃത്ത് വലയങ്ങൾക്കിടയിൽ, അവർ ജീവിക്കുന്ന സാമൂഹിക പരിസരങ്ങളിൽ, പശ്ചാത്തലങ്ങളിൽ ഒളിയിരിക്കുന്ന ഒരുപാട് അപകടങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നും, തിന്മകളുടെ മഹാപെയ്ത്ത് നടക്കുമ്പോൾ ചൂടാനുള്ളൊരു കുട കൊടുക്കാതെ, അധർമ്മങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്ന് സംരക്ഷണം സ്വീകരിക്കാനുള്ളൊരു ചെരുപ്പ് വാങ്ങിക്കൊടുക്കാതെ, അങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കുന്നത്. നമ്മളെയും ഇത് ബാധിക്കും, മക്കളെ മാത്രമല്ല നമ്മളെയും ബാധിക്കും. പക്ഷേ നമുക്കുള്ളൊരു സുരക്ഷിതത്വം എന്ന് പറയുന്നത് താരതമ്യേന നമ്മുടെ തലച്ചോറിന് പടച്ചോൻ ചില ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. നമ്മളെ കുട്ടികൾ വളർന്നു വലുതാകുമ്പോഴും അവർക്കത് കിട്ടും. വളരെ ചെറിയ കുട്ടിക്ക് ചില കാര്യങ്ങൾ അറിയാത്തതുപോലെ തന്നെ വളരെ ചൈൽഡ്ഹുഡിൽ, പിന്നെ അവരുടെ ടീനേജിൽ, അങ്ങനെ അവരുടെ ലൈഫിന് മനുഷ്യന് ഓരോ ഘട്ടങ്ങളുണ്ട്. ചില ഘട്ടങ്ങളിൽ ചിലത് ഇല്ല. അങ്ങനെ ഇല്ലാതിരിക്കുന്നത് എന്തിനാ? അത് പഠിച്ചിട്ടൊരു അനുഗ്രഹമാണ്. ഇപ്പോൾ നമ്മളെപ്പോലെ സീരിയസ് ആയ ചിന്തയും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോലെ കുട്ടി ഡിപ്രസ്ഡ് ആയിരിക്കും, ഭയങ്കര ടെൻഷനായിരിക്കും. അവന്റെ ബാല്യം അവന് ആസ്വദിക്കണം. അതിനാണ് പഠിച്ചവൻ അവന് ചില ഫീച്ചേഴ്സ് ഒക്കെ കൊടുക്കാതിരുന്നത്. അപ്പൊ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗൗരവപൂർവ്വം പരിഗണിച്ച് നിർവഹിക്കേണ്ടതാണ്. അതിൽ ഒന്ന് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ആശയങ്ങളുടെ അടിമത്തം യഥാർത്ഥത്തിൽ പുതിയ തലമുറ പേറുന്നുണ്ട്. അവർ തന്നെ അറിയാതെ ഒരുപാട് ആശയങ്ങളുടെ അടിമത്വം. നമുക്ക് പോലും അത് പറഞ്ഞാൽ അങ്ങനെ തന്നെ അങ്ങോട്ട് പെട്ടെന്ന് ബോധ്യപ്പെടുന്ന ടൈപ്പല്ല. ഭയങ്കര കെണി പിടിച്ച, ചതി പിടിച്ച ചില പ്രയോഗങ്ങൾ ചില ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ മെമ്പർ ആ വിഷയം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, കുട്ടികളുടെ തലച്ചോറിൽ വളരെ ആഴത്തിൽ കൊത്തിവെക്കപ്പെട്ട ഒരു മെസ്സേജാണ് യോലോ ലൈഫ്, യു ലൈവ്സ് വൺസ്. നിങ്ങൾ ഒരിക്കൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ, നിങ്ങൾക്കൊരു ജീവിതമേ ഉള്ളൂ, ആ ജീവിതം ഉഷാറാക്കണം. ഇങ്ങനെയാണ് കുട്ടിയെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണാത്തത്ര, നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയാത്തത്ര, എന്താ പറയാ, അത്ര എന്ത് വാക്കാണ് പ്രയോഗിക്കേണ്ടത് എനിക്ക് കിട്ടണില്ല, അത്ര അപകടകരമായ കോണ്ടെക്സ്റ്റുകളിലാണ് അത് പഠിപ്പിക്കണേ. അവർ കാണുന്ന ഷോർട്സിൽ അതുണ്ടാകും, അവർ കാണുന്ന ഫിലിമുകളിൽ അതുണ്ടാകും, അവരുടെ ഫ്രണ്ട് സർക്കിളിൽ അതുണ്ടാകും, ഒക്കെ ഉണ്ടാകും. വളരെ തളർന്ന അവശമായി ഇങ്ങനെ ഒരു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കണേ ഒരവസ്ഥയിലിരിക്കണേ ഒരാളെ പുറകിൽ നിന്ന് തട്ടിയിട്ട് അയാളോട് പറയണേ, നിനക്ക് ഒരു ജീവിതമേ ഉള്ളൂ, അതിങ്ങനെ കരഞ്ഞിരിക്കാനുള്ളതല്ല, അതുകൊണ്ട് നീ അടിച്ചു പൊളിക്ക്. പിന്നെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ആള് അടിച്ചു പൊളിക്കണത് കാണുകയാണ്. DJ മ്യൂസിക് നൈറ്റിൽ അവിടെ ഇവിടെയും ചാടി ഓടിയും ഒക്കെ. തലവേദന വന്നാ അപ്പൊ ഗുളി കുടിക്കണേ ചില ആളുകൾ നമ്മളെ ഇടയിൽ ഉണ്ടാകും. തലവേദന വന്നാ അപ്പോ, തലവേദന അവിടെ ഇല്ലാതാകണമെന്നില്ല. ആ വേദനാസംഹാരി എന്ത് ചെയ്യുന്നു? ആ ഒരു അവസ്ഥ ഇല്ലാതാക്കുന്നു. തല അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യണത്. അത് നമ്മുടെ ഒരു സെൻസിലേക്ക് വരുന്നില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു തവണ മാത്രമേ ജീവിക്കുന്നുള്ളൂ, അതുകൊണ്ട് അടിച്ചു പൊളിച്ചോളി എന്ന് പറയുന്നതോടുകൂടെ ഈ കുട്ടികൾ വേറൊരു തലത്തിലേക്ക് എത്തുകയാണ്. എന്തും സെലിബ്രേറ്റ് ചെയ്യണം, എന്തും ആഘോഷിക്കണം, എന്തിനും ചാടണം, എന്തിനും അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് പോണത് അവിടെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ചാടുമ്പോൾ ആ ചാട്ടത്തിന്റെ സമയത്തിനൊക്കെ ഒരു പരിമിതി ഉണ്ട്. എത്ര നേരം ചാടും? ആ ചാട്ടം കുറച്ച് കൂടുതൽ സമയം കിട്ടാൻ വേണ്ടിയാണ് ഈ പല ജാതി സ്റ്റഫൊക്കെ ഉപയോഗിക്കുന്ന അവസ്ഥയ്ക്ക് എത്തുന്നത്. അപ്പൊ തോനെ ചാടാൻ പറ്റും. ചാടി 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 അവസാനത്ത് കഴിയുമ്പോൾ ഇവനൊന്നും അല്ലാത്ത ഒരാളായിരിക്കും, പറ്റ തളർന്ന അവശമായ ഒരാളായിരിക്കും. അതായത് DJ മ്യൂസിക് നൈറ്റുകളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമുള്ള അവിടുത്തെ പരിസരങ്ങൾ മാത്രം ക്രോഡീകരിച്ചെടുത്ത വീഡിയോസ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞിരുന്നു. അതിന്റെയൊക്കെ ആവശ്യത്തിനൊക്കെ വേണ്ടി ശേഖരിച്ചതാണ്. അത് കാണണം നിങ്ങൾ. വല്ലാത്തൊരവസ്ഥയാണ്. അത് മനുഷ്യന്മാർക്ക് ഇട്ടെടുത്ത് കാണിക്കാൻ നമ്മൾ വിചാരിച്ച് പിന്നെ വേണ്ടാന്ന് വെച്ചാൽ എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ കുട്ടികൾ വലുതാവുമല്ലോ, വളർന്നു വരുമല്ലോ, അവർക്കൊരു ബോധ്യം വരുന്ന ദിവസം നമ്മൾ കാണിച്ചൊരു വീഡിയോ ആകരുതല്ലോ എന്നുള്ള നിലക്കാണ്. അപ്പോ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ചില അടിമത്തങ്ങൾ. ഇതിലൂടെ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ജീവിതം ഒന്നല്ലേ ഉള്ളൂ, മരണത്തിന് ശേഷം ഒരു ജീവിതം ഒന്നും ഇല്ലാന്ന് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട്. പണ്ടത്തെ നിരീശ്വരവാദി പഠിപ്പിച്ചിരുന്നത് എങ്ങനെ? പണ്ടത്തെ നിരീശ്വരവാദി ഒരു ചിത്രം വരക്കും, കണ്ണും കൈയും കാലൊക്കെ ഉള്ള, അതിന്റെ കണ്ണു മായ്ക്കും, മൂക്ക് മായ്ക്കും, ഒക്കെ മായ്ച്ചിട്ട്
ദൈവമില്ലാന്ന് തെളിയിക്കും. കണ്ണുകൊണ്ട് കാണുന്ന ദൈവമാണോ? അല്ല. കാലുകൊണ്ട് നടക്കുന്ന ദൈവമാണോ? അല്ല. തലകൊണ്ട് ചിന്തിക്കുന്ന ദൈവമാണോ? അല്ല. ഇങ്ങനെയാണ്. ഇന്ന് നേരത്തെ തിരിച്ചാണ്. നമ്മൾ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ മക്കളുടെയൊക്കെ സ്റ്റാറ്റസിലൊക്കെ ഇതൊക്കെ ഉണ്ടാവും. ഈ പറയുന്ന ഡയലോഗൊക്കെ, ജീവിതം ഒന്നേ ഉള്ളത്, അടിച്ചു പൊളിക്കണം, മൈ ബോഡി മൈ ചോയ്സ്. വേറൊരു സാധനമാണ് മൈ ബോഡി മൈ ചോയ്സ്. എനിക്ക് എന്റെ ബോഡി കൊണ്ട് എന്ത് അവകാശം എനിക്കുണ്ട്. കുട്ടീനെ അങ്ങനെ പഠിപ്പിച്ചു വെച്ചിട്ടാണ്. കുട്ടിക്ക് എന്തിനും പോകാം. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വതന്ത്ര പുരുഷനാണ്. ബാപ്പാന്റെ കാര്യം നോക്കണ്ട, അമ്മാന്റെ കാര്യം നോക്കണ്ട, ആരതും നോക്കണ്ട, ടീച്ചർ പറയണതും കേൾക്കണ്ട. ഇങ്ങനെ വളരെ ഭ്രാന്തമായ കുറെ ആശയങ്ങൾ. അതാണ് ഞാൻ ആശയങ്ങളുടെ അടിമത്തം എന്ന് പറയുന്നത്. ഇനി ഇതിന്ന് കുട്ടികൾ രക്ഷപ്പെടുക എങ്ങനെ? ഇതിന്ന് രക്ഷപ്പെടുക ഓരോ വിളിച്ച് ഉപദേശിക്കുമ്പോഴാണ്, അല്ലെ? ഓരോ വിളിച്ച് ഉപദേശിച്ച് പറഞ്ഞ് ശരിയാക്കി എടുക്കുമ്പോഴാണ് രക്ഷപ്പെടുക. അപ്പോ അതിനൊരു ലോക്ക് ഇട്ടിട്ടുണ്ട്. എന്താണ്? ആരുടെയും ഉപദേശം നമുക്ക് വേണ്ട, ആരും ആരെയും ഉപദേശിക്കണ്ട. ഉപദേശം കേൾക്കുമ്പോ തന്നെ ഭ്രാന്താകും ചില കുട്ടിക്ക്. ഉപദേശം കേൾക്കുമ്പോ തന്നെ ഒരുതരം സൈക്കോ ആയിട്ട് അവർ മാറും. എന്താ കാരണം? അവരങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടത്. ഇത് എവിടുന്നൊക്കെ പഠിക്കണേ? ഇതാരെങ്കിലും ഇങ്ങനെ ഇരുത്തി, ഞാൻ നിങ്ങൾക്ക് ഖുതുബയിൽ പറഞ്ഞിരുന്നമാര് പറഞ്ഞുതരല്ല. അവരിങ്ങനെ കാണുന്ന ഫിലിമുകൾക്കിടയിൽ നിന്ന്, ഷോർട്സുകൾക്കിടയിൽ നിന്ന് ഏറ്റവും അഭിനയ മികവുള്ള സെക്കൻഡുകൾ കൊണ്ട് അതിശക്തമായ മെസ്സേജ് കൺവേ ചെയ്യുന്ന, കൺപുരികം മുതൽ വിരലിന്റെ അറ്റം വരെ അഭിനയത്തെ സമ്പന്നമാക്കുന്ന വ്യക്തികളുടെ ചുണ്ടിലൂടെ, ആക്ഷനുകളിലൂടെയാണ് ഈ സാധനം തലച്ചോർക്കെത്തുക. അത് തലച്ചോറിന്റെ ഉള്ളിൽ തുളച്ച് കയറും. അതോടുകൂടെ എന്ത് ചെയ്യും? ആരുടെയും ഒന്നും സ്വീകരിക്കാത്ത, ആരും ഒന്നും പറഞ്ഞാൽ കേൾക്കാത്ത ഒരു പ്രത്യേക ജീവിയായിട്ട് അവൻ ഇങ്ങനെ മാറുന്നത് നമുക്ക് കാണാം. അപ്പോ 10 തരം അടിമത്തങ്ങൾ നമ്മൾ പറഞ്ഞതിൽ ഒന്നാമത്തെ അടിമത്തം ആശയങ്ങളുടെ അടിമത്തമാണ്. ഇനി രണ്ടാമത്തെ അടിമത്തം എന്താ അറിയോ? പരസ്യങ്ങളുടെ അടിമത്താണ്. ഈ പറഞ്ഞതൊക്കെ നമുക്കുണ്ട്, പരസ്യങ്ങളുടെ അടിമത്തൊക്കെ നമുക്കുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക സാധനം തുടർച്ചയായി വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം നമ്മൾ അതിന്റെ അഡിക്റ്റ് ആണെന്നാണ്. നമ്മളെ എന്തെങ്കിലും നമ്മളൊരു സോപ്പ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങോട്ടിക്കോളി നിങ്ങള്. നമ്മളൊരു സോപ്പ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങാണ്, ഒരു ബ്രാൻഡിന്റെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് നമ്മൾ വാങ്ങാണ്. നമ്മളിതിന്റെ കെമിക്കൽ ടെസ്റ്റ് നടത്തി ഉറപ്പുവരുത്തി ബോധ്യപ്പെട്ടിട്ടാ? അല്ല. അത് വളരെ ഇന്നറായിട്ട് അവരുടെ ക്യാമ്പയിൻ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ ശരി. ഇപ്പൊ ഫ്രിഡ്ജ് അല്ലെ, നമ്മൾ പറയും ഫ്രിഡ്ജ് എന്തിനെ? സാധനങ്ങൾ തണുപ്പിക്കാൻ ഉപയോഗിക്കണേ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ ഉപയോഗിക്കണ സാധനത്തിന്റെ പേര്. ഇംഗ്ലീഷിൽ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ടോ? ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. ഫ്രീസറുകൾ ഇറക്കുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനി അത്രയും ആഴത്തിൽ സ്വാധീനിച്ചപ്പോ മനുഷ്യൻ അവരിറക്കണ മെറ്റീരിയലിന്റെ പേരെന്നെ എന്ത് ചെയ്തു? അവരിറക്കണ മെറ്റീരിയൽ ഡിവൈസിന്റെ പേരെന്നെ അവരുടെ കമ്പനിയുടെ പേരിട്ടു. അത്രയും ആഴത്തിൽ സ്വാധീനിച്ചു. കോൾഗറ്റ് അല്ലെ, ഇപ്പൊക്കെ മാറി. പഴയ തലമുറക്ക് ഇത് മനസ്സിലാകും. ഞാൻ പറയണത്, ഞാനൊക്കെ വളർന്നു വന്നൊരു ജനറേഷൻ മനസ്സിലാകും. കോൾഗറ്റ് എന്നാ പറയാ. എന്തിന്? പേസ്റ്റിന്. കോൾഗറ്റ് എന്ന് പറഞ്ഞാൽ ബ്രഷിൽ തേച്ച് പല്ല് കഴുകണ സാധനം എന്ന് ഡിക്ഷണറിയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഈ പേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇറക്കിയ കമ്പനിയുടെ പേരാണ് കോൾഗറ്റ്. പരസ്യം മനുഷ്യന്റെ തലച്ചോറിന്റെ ഉള്ളിൽ അടിച്ചു കയറിയപ്പോ അവൻ ഇറക്കിയ മെറ്റീരിയലിന്റെ പേര്, അവന്റെ കമ്പനിയുടെ പേര് പറയണ അവസ്ഥയ്ക്ക് മനുഷ്യനെത്തി. മാത്രല്ല, നിങ്ങൾ നോക്ക്, ഇപ്പം എലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ എലക്ഷൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയും. ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോളൂ ഞാൻ പറയണത്. ഒരു പെരും കെണിയെ കുറിച്ചാണ് ഞാനിന്ന് ഖുതുബയിൽ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ? മനുഷ്യന്മാരെ ഒരു ടീം എഴുതിയ സ്ക്രിപ്റ്റ് അനുസരിച്ച് ചിന്തിപ്പിക്കുക. ഞാൻ ചരിത്രത്തിലൊരു സംഭവം പറയാം. 1947 അമേരിക്കയിലെ ഒരു ബീഡി കമ്പനി, സിഗരറ്റ് കമ്പനി, അതിന്റെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തപ്പോ അവരുടെ ഒരു അവരുടെ ഒരു ഉള്ളിലുള്ള ഒരു പഠനപ്രകാരം അമേരിക്കയിൽ സ്ത്രീകൾ സിഗരറ്റ് ഉപയോഗിക്കുന്നില്ല എന്ന് മനസ്സിലായി. വളരെ ചെറിയ ശതമാനം, 2%, 3% ഒന്ന് ക്രമീകരിച്ചിരുന്നാണ്. ഒന്ന് നമ്മൾ എത്ര മാസം കൂടുമ്പോ? 2 മാസം കൂടുമ്പോഴല്ലേ പറയല്? 2 മാസമായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. എന്തിനാ അങ്ങനെ പറഞ്ഞേ? 2 മാസം കൂടുമ്പോഴാണ് പറയണെന്ന്. ഇന്ന് ആദ്യമായിട്ട് ചിലപ്പോൾ കയറുന്നുള്ളൂ, കുറച്ചുകൂടി. ഇന്ന് ആദ്യമായിട്ട് ചിലപ്പോൾ ഖുതുബക്ക് വന്ന ഒരാള് അയാളെങ്ങനെ വിചാരിക്കുന്നത്, എന്ത് പണിയാ മുപ്പൊരു കാട്ടി, ഞാനിവിടെ ഇരിക്കും, ബസ്സുള്ള ആൾക്കാർ കണ്ടില്ലേ എന്ന് ചിലപ്പോൾ വിചാരിക്കും. അങ്ങനെ വിചാരിക്കണ്ടെന്ന് എഴുതിയിട്ടാണ് കേട്ടോ. എനിക്ക് വേണേ വിചാരിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിക്കൂല. ആളുകൾ എന്തെങ്കിലും വിചാരിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിക്കൂല. അങ്ങനെ അതിന് മതപരമായ മസാലല്ല. ആൾക്കാർ എന്തെങ്കിലും വിചാരിച്ചോട്ടെ, ഞാൻ എനിക്കിഷ്ടമുള്ള പറയുന്നത് പറയാൻ മതപരമായ മസാലല്ല. അത് എന്റെ പേഴ്സണൽ സ്പേസിൽ എനിക്ക് അങ്ങനെ പറയാം. അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ. ഒന്ന് ഈ സീറ്റ് ഫുള്ളായി. സീറ്റുകളൊക്കെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള സീറ്റുകളൊക്കെ ഫില്ലാക്കിയിരിക്കുക. അവിടെ ഊരക്ക് ബുദ്ധിമുട്ടുള്ളവർ അവിടെ തന്നെ ഇരുന്നോളൂ. ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഊരക്ക് ബുദ്ധിമുട്ടില്ലാത്തവർ അങ്ങനെ ഇരിക്കരുത്. ഓക്കെ. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാല്
എവിടെ എവിടെ ചെന്നിരുന്നാലും ഒരേമാതിരി മനസ്സിലാണ്. പള്ളികളിൽ കുറെ കാലം പോയതുകൊണ്ട് ചിലപ്പോ അവിടുന്ന് പറഞ്ഞുതരാൻ അവർക്ക് പറ്റൂല. ഈ അറബി അല്ലാത്ത ഭാഷയിൽ സംസാരിച്ച അപ്പ ഹുത്തുബ ക്യാൻസൽ ആവും. അതുകൊണ്ട് മനുഷ്യന്മാരുടെ അറബിയിൽ അയ്യുഹന്നാസ് ഇജ്ലിസു ഖയ്യിമൻ സദീദ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവോ? മനസ്സിലാവില്ലല്ലോ. ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുത്തത്തിനൊരു കൂലിയുണ്ട്. ഇരുത്തത്തിനൊരു കൂലിയുണ്ട്. വെറുതെ ഒന്ന് ഇരിക്കണീനൊരു കൂലി കിട്ടുന്നത് നമ്മൾ കളയണു. ഒന്ന്. രണ്ട്, ചില ഇരുത്തത്തിന് കുറ്റമുണ്ട്. അതായത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ആളെ കുറിച്ച് പറഞ്ഞു. എന്താ 3 ആളെ കുറിച്ച് പറഞ്ഞത്? അതിൽ ഒരാൾ ഭയങ്കര താല്പര്യപൂർവ്വം ഇൽമിന്റെ സദസ്സിന്റെ മുന്നിലേക്ക് വന്നിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് അനുഗ്രഹങ്ങൾ ഇഷ്ടം പോലെ വർഷിച്ചു കൊടുക്കും. വേറൊരാൾ ഇങ്ങനത്തെ കാര്യത്തിൽ കുറച്ച് മടി കാണിക്കും. അപ്പൊ അള്ളാഹു അനുഗ്രഹം കൊടുക്കാനും മടി കാണിക്കും. വേറെ ചില ആൾക്കാർ ഇത് മൈൻഡേ അല്ല. അപ്പൊ അള്ളാഹു ആരെ മൈൻഡ് ചെയ്യില്ല എന്നാ. ഇത് ആര് പറഞ്ഞതാ? ഇത് വഹയുള്ള പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നെടുത്ത് പറഞ്ഞാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ ശ്രദ്ധ എന്ത് ചെയ്യണം? കാണിക്കണം. എൽമിന്റെ സദസ്സിൽ കാണിക്കണം. സാന്ദർഭികമായിട്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പോ ഈ സിഗരറ്റ് കമ്പനിയുടെ മുതലാളി ഇയാളെന്ത് ചെയ്തൊരു സൈക്കോ അനലിസ്റ്റ് പറഞ്ഞ എന്താ അറിയോ? മനുഷ്യന്റെ മനോനിലകളെ പഠിച്ച് അതിൽ നിന്ന് നിലപാടുണ്ടാക്കുക. മനോനിലകളെ പഠിച്ച് അതിൽ നിന്ന് നിലപാട്. ഒരു വ്യക്തിനെ കിട്ടിയാൽ അയാളുടെ മനോനിലകൾ പഠിക്കാൻ പറ്റും. അതിന് ചില ടൂളുകളുണ്ട്. ഒരു 7-8 ടൂളുകൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്, നിങ്ങളുടെ സ്റ്റേജ് എന്താണെന്ന് പറയാൻ പറ്റും. അപ്പൊ സൈക്കോ അനലിസ്റ്റിനെ വെച്ചിട്ട്, അന്നത്തെ ലോകത്ത് വളരെ പ്രമുഖനായ ആളാണ്, ഭയങ്കര ലോകം കണ്ട വലിയ ഡോളർ, അമേരിക്കയിലെ മുഴുവൻ മനുഷ്യന്മാരെയും പട്ടിണി മാറ്റാൻ കൊടുക്കാവുന്ന അത്ര പൈസ ഇയാൾക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ നാട്ടില് അമേരിക്കയിലെ പെണ്ണുങ്ങൾ സിഗരറ്റ് വലിക്കണം. അയാൾ ഏറ്റെടുത്തു. അയാൾ ആദ്യമായിട്ട് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാകുക എന്ന് വെറുതെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങളാണ് ഒരു 5000 ഡോളർ നിങ്ങളെടുത്ത് തന്നിട്ട് ഈ പണി നിങ്ങളെ ഏൽപ്പിച്ച നിങ്ങൾ എന്താണ് ചെയ്യുക? വെറുതെ ഒരു സെക്കൻഡ് നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു ഉത്തരങ്ങൾ വെറുതെ മനസ്സിൽ വിചാരിച്ചോളി. എന്തെങ്കിലും ഒരു ഉത്തരം കേട്ടോ. ഇയാൾ ചെയ്ത എന്താ അറിയോ? അടുത്ത ദിവസം രാവിലെ മുതൽ അമേരിക്കയിലെ പത്രത്തിലും ടിവിയിലും അന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വാർത്ത വരാൻ തുടങ്ങി. അമേരിക്കയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല. ആരാ പറയണേ? വലിയ സെലിബ്രിറ്റികൾ പറയാൻ തുടങ്ങി, ഡോക്ടർമാർ പറയാൻ തുടങ്ങി, അമേരിക്കയിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല. അപ്പൊ രാവിലെ പത്രം വായിക്കുന്ന സ്ത്രീകൾ ഇങ്ങനെ, ഞങ്ങൾ സുരക്ഷിതരല്ല. ഈ ഒരു ഫീലിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അടുത്ത ദിവസം മുതൽ പല കേസുകളും, സ്ത്രീ പീഡന കേസുകളും ഇങ്ങനെ കുത്തിപ്പൊക്കി ഭയങ്കര കോളങ്ങൾ വന്നു. പിന്നെ അന്ന് ആ സീസണിൽ നടക്കുന്ന കേസുകൾക്കൊക്കെ ഭയങ്കര ഹൈപ്പ് കൊടുത്തു, കത്തിക്കയറി. അപ്പൊ അമേരിക്കയിലെ സ്ത്രീകളാകെ ഇളകി. രാവിലെ ഒരു പത്രം വായിക്കുമ്പോഴും ടി വി തുറക്കുമ്പോഴും ബ്രേക്കിംഗ് ന്യൂസിലും അടുക്കള സംസാരത്തിലും അങ്ങാടിയിലും ബസ് കയറിനടുത്തൊക്കെ അമേരിക്കയിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല. അതാണ് സ്റ്റെപ്പ് 3. ഇവർ വന്നിട്ട് 3ാമത്തെ സ്റ്റെപ്പിൽ എന്താ പറഞ്ഞറിയോ? 3ാമത്തെ സ്റ്റെപ്പിൽ ഇവർ പറഞ്ഞു, ഈ സ്ത്രീകളുടെ സുരക്ഷിതത്വ പ്രശ്നത്തിനെതിരിൽ സമരമുയരണം, ശക്തമായ സമരമുയരണം. നമുക്ക് എങ്ങനെ സമരം ചെയ്യാൻ പറ്റും? അപ്പൊ ഓരോരുത്തർ പറഞ്ഞു, സ്ത്രീകൾ ഒന്നിച്ച് റോട്ടിൽ ഇറങ്ങാം, അങ്ങനെയൊക്കെ പല ഐഡിയാസും പറഞ്ഞു. ടോൾ ഫ്രീ നമ്പറുകൾ വെച്ചു. ഇഷ്ടംപോലെ ഐഡിയകൾ എല്ലാവർക്കും നിർദ്ദേശിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഐഡിയകളൊക്കെ കിട്ടിയപ്പോൾ സമരം നടത്താം, അതൊക്കെ സ്ഥിരമുള്ളതല്ലേ, പിന്നെ അങ്ങനെ അവസാനം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സമരത്തിന്റെ മോഡൽ ലൈറ്റ് തെളിയിക്കലാക്കാം തീരുമാനിച്ചു. ശ്രദ്ധിച്ചു കേൾക്കുക, ലൈറ്റ് തെളിയിക്കലാക്കാം. അപ്പൊ ലൈറ്റ് തെളിയിക്കൽ എങ്ങനെ? മെഴുകുതിരി കത്തിക്കാം, ഇതാക്കാം, അങ്ങനെയാക്കാം. അതൊക്കെ സ്ഥിരമുള്ളതല്ലേ, ഇതൊക്കെ ജനങ്ങളെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കണേ. അപ്പൊ എന്താ, ഓരോ ചെയ്യുന്ന ആളുടെ ഉള്ളിൽ അമേരിക്കയിലെ സ്ത്രീയെ സുരക്ഷിതയാക്കണം, ഇവിടുത്തെ ഇങ്ങനത്തെ അവസ്ഥ അവസാനിപ്പിക്കണം. ഈ മൈൻഡാണ് എല്ലാവർക്കും ഉള്ളത്. ആ മൈൻഡിലാണ് എല്ലാവരും ഇത് ചെയ്യുന്നത്. അവസാനം ലൈറ്റ് തെളിയിക്കണം എന്നിങ്ങനെ വന്ന് വളരെ പ്രമുഖനായ ഒരാൾ പറഞ്ഞു, വ്യത്യസ്തമായ രീതിയിൽ ലൈറ്റ് തെളിയിക്കണം, അതിന്റെ ഐഡിയാസ് പറയൂ. അപ്പൊ ഓരോരുത്തർ പല ഐഡിയാസ് പറഞ്ഞു. അവസാനം ഒരാൾ പറഞ്ഞു, നമുക്ക് ലൈറ്റ് ചുണ്ടിൽ തെളിയിക്കാം, ചുണ്ടിൽ ലൈറ്റ് കത്തിച്ചു വെക്കാം. അപ്പോ ടോർച്ച് ഇങ്ങനെ കടിച്ചു പിടിച്ചാൻ പറ്റുമോ? മെഴുകുതിരി കത്തിച്ചു വെക്കാൻ പറ്റുമോ? അപ്പൊ ഒരാൾ പറഞ്ഞു, നമുക്ക് സിഗരറ്റ് വലിക്കാം. അപ്പൊ ലൈറ്റ് തെളിയിക്കലായി. നമ്മളെ സ്ത്രീകൾ പൊതുവെ സിഗരറ്റ് വലിക്കൂലല്ലോ. അപ്പൊ എന്തായി? അതൊരു എല്ലാവരും അറിയാ പ്രതിഷേധം കേട്ടോ. ഈ ലൈറ്റ് തെളിയിക്കാം എന്നുള്ള സംഗതി വന്നപ്പോഴേക്ക് അമേരിക്കയിലെ തെരുവുകളിൽ വലിയ ഹോർഡിങ്സ് വന്നു, ഭയങ്കര ചിത്രങ്ങൾ, സ്ത്രീകൾ ഇങ്ങനെ സിഗരറ്റ് വലിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ തലച്ചോറിന്റെ ഒരു സംഗതി എന്ന് പറയുന്നത്, ഒരു സാധനം നമ്മൾ തുടർച്ചയായി ഇങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നാൽ അത് നോർമലൈസ് ആകും. നമ്മളോട് ഒളിഹത്ത് ഇറക്കുമ്പോ ഞാനൊക്കെ ഇറക്കും, ഒരു മൃഗത്തെ ഇറക്കി, അപ്പൊ ഞാനൊക്കെ കൈയൊക്കെ പൊക്കി ആകെ ഭയങ്കര സംഭവമാക്കി ഇങ്ങനെ ഒരു ശ്വാസമൊക്കെ എടുത്തിട്ട് ഇറക്കുക. എന്നാലും സ്ഥിരം ഇറക്കണ ആളോ അറുത്തിട്ടാണ് പോകും. എന്താ? അത് അവരുടെ കയ്യിന്റെ, നമ്മൾ പറയും ഭയങ്കര കയ്യിന്റെ കഴിവ് അല്ല, ഇത് തലച്ചോറ് അത് നിയന്ത്രിക്കണത്. ഈ സാധനം നോർമലൈസ് ചെയ്യേണ്ടത് എവിടെയാണ്? തലച്ചോറിന്റെ ഉള്ളിലാണ്. നമുക്കൊരു കാര്യം ചെയ്യാൻ വേഗത ഉണ്ടെങ്കിൽ കയ്യിന്റെ വേഗത അല്ലത്, ഭയങ്കര കൈപ്പാടാണെന്നൊക്കെ പറയാം നമ്മള്. സംഭവം അത്
ഇത് എവിടെയെന്ന് വെച്ചാൽ തലച്ചോറിലാണ് ഇത് സംഗതി ആകുന്നത്. ചുരുക്കി പറയാം, ഈ ഒരു രീതിയിൽ ഇങ്ങനെ വന്ന് അവസാനം അവിടെ ഒരു ഈസ്റ്റർ റാലി നടക്കുന്ന ദിവസം, അമേരിക്കയിലെ വലിയൊരു സ്ട്രീറ്റിൽ ഈസ്റ്റർ റാലിയിൽ 10,000 പങ്കെടുക്കുന്ന ഒരു ദിവസം, അവിടുത്തെ ഹീറോയിൻസിനെ, അവിടുത്തെ കുറച്ച് അഭിനയൊക്കെ നടത്തുന്ന സ്ത്രീകളൊക്കെ കൂടെ ഇയാൾ എന്ത് ചെയ്തു എന്നറിയാം, ഒരു 10-20 ആളെ സിഗരറ്റ് കൊടുത്തിട്ട് ഈ ഈസ്റ്റർ പാർട്ടിന്റെ മുന്നിൽ കണ്ടു വിട്ടു. അതോടുകൂടെ എന്ത് ചെയ്തു, ആ ഈസ്റ്റർ പാർട്ടി ഭയങ്കരമായിട്ട് മീഡിയകളിൽ വന്നു. സിഗരറ്റ് ഇങ്ങനെ വലിച്ച് മുന്നിൽ പോണ സ്ത്രീകള്. അതോടുകൂടെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അമേരിക്കയിലെ 2% സ്ത്രീകളിൽ നിന്ന് 12% സ്ത്രീകൾ സിഗരറ്റ് വലിക്കുന്നിടത്തേക്ക് എത്തി. പിന്നെ അതിലടുത്ത കുറെ സ്റ്റെപ്പ് ഉണ്ട്, നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകും. ഇത് എന്തിനപ്പോ പറഞ്ഞറിയോ? അപ്പൊ ഈ സമരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവരും ഈ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നവരും സത്യത്തിൽ വിചാരിച്ചു വെച്ചത് എന്താ? നമ്മളെ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ ഒരു ബീഡി കമ്പനി മുതലാളിക്ക് കച്ചവടം കൂട്ടാനുള്ള പരിപാടിയാണ് നടന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. ഇതാണ് പരസ്യം. ഡൽഹിയിലെ സ്ട്രീറ്റിൽ ഒരു പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോ ഇന്ത്യ മുഴുവൻ വിളക്കുകൾ തെളിഞ്ഞു. നമ്മൾ വിചാരിച്ചു ഇന്ത്യക്കാർക്ക് ഭയങ്കര സംഭവമായിട്ടുണ്ട്, സംഗതി ആയിട്ടുണ്ട്. കശ്മീരിലെ പെൺകുട്ടി അവർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോ അത്ര തന്നെ ഉണ്ടായില്ല. പിന്നെയും എത്രയോ പെൺകുട്ടികൾ അരുങ്കൊലകൾക്ക് ഓരോ നിമിഷവും ഇന്ത്യയിൽ 3 പെൺകുട്ടികൾ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്, ഓരോ മിനിറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ ഇതൊക്കെ നടന്നത് അന്നൊരു ഭരണമാറ്റം ആവശ്യമുണ്ടായിരുന്നു. ആ ഭരണമാറ്റത്തേക്കുള്ള ഒരു സ്ട്രാറ്റജി സെറ്റിംഗ് ആണ് എന്ത് ചെയ്ത് പല കാര്യങ്ങൾ നടന്നതിൽ ഇവിടെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ള ക്യാമ്പയിൻ ടൂളാണ് അവിടെ ഉപയോഗിച്ചത്. അപ്പുറത്ത് വേറൊരു ചങ്ങാതിയെ തൊപ്പിയും കുപ്പായിട്ടിട്ട് ഒരാളെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഇവിടെ അഴിമതിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി, അഴിമതി ഇല്ല എന്നൊന്നും ഞാൻ നിഷേധിക്കണില്ല, പക്ഷെ അവരുടെ ഇന്റൻഷൻ വേറെ ആയിരുന്നു. അപ്പൊ ഞാനിവിടെ പറയാൻ ശ്രമിച്ച കാര്യം, പരസ്യങ്ങളിലൂടെ ഇത്തരമൊരു നീക്കം ശരിക്കും നടക്കുന്നുണ്ട്. നമ്മള് അത് അറിയണ പോലുമില്ല. ഇപ്പൊ ഗൾഫിലൊക്കെ ചെന്ന വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ കാണും, എല്ലാ മെറ്റീരിയലുകളുടെ അടുത്ത് ചില ഡിവൈസുകൾ ഉണ്ടാകും. ആ ഡിവൈസ് അളക്കണത് എന്താ അറിയോ? ഈ സാധനം കാണുമ്പോൾ നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നിങ്ങളുടെ മുഖഭാവം എങ്ങനെയായിരുന്നു, നിങ്ങളെ കണ്ണ് എത്ര വിടർന്നിരുന്നു, നിങ്ങളുടെ മുഖത്തെ ഭാവത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിനോടുള്ള ഇഷ്ടവും അനിഷ്ടവും അളക്കാനുള്ള ഡിവൈസാണ് ഈ വെച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക, സാധനങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ അടുക്കി വെക്കണതിന് പോലും ക്രമമുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ അടുക്കി വെക്കണതിന് പോലും വളരെ സയന്റിഫിക് ആയ ക്രമമുണ്ട്. ഞാൻ പറയുന്നത് പരസ്യങ്ങൾ നമ്മളെ ചതിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികളെ കെണിയിൽപ്പെടുത്തുന്നുണ്ട്. നീട്ടി പറയണില്ല. ഇനി മൂന്നാമത്തെ സോഷ്യൽ മീഡിയ. ഞാൻ പറയണ്ടല്ലോ, സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന കെണി എല്ലാവർക്കും ഉണ്ട്, നമ്മളടക്കം എല്ലാവർക്കും ഉണ്ട്. ഒന്ന് ഇല്ലാത്ത കുറെ ജീവിതങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരും. ഇല്ലാത്ത കുറെ ജീവിതങ്ങൾ. ഇവിടെ ഞാൻ പറയണ ചില പോയിന്റ് ഒക്കെ സെർച്ച് ചെയ്യാൻ പറ്റിയ കുട്ടികളിരിക്കുന്നുണ്ട്. അവരോട് പറയാം, നിങ്ങൾ ഡീപ് സീക്കിലോ അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയിലോ അല്ലെങ്കിൽ ഗ്രോക്കിലോ ഇന്ന് വന്ന പുതിയ പ്ലാറ്റ്ഫോമുകൾ, ഈ പറയുന്ന കാര്യം പുതിയ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. ഇൻസ്റ്റഗ്രാം ഉണ്ടാക്കുന്ന അപകടങ്ങൾ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഒന്ന് ഇല്ലാത്ത ജീവിതങ്ങൾ ഉണ്ടാക്കി കാണിക്കും. ഫിൽറ്ററുകളാണ് ഫുള്ള് യൂസ് ചെയ്യുന്നത്. ഫോട്ടോ എടുത്താൽ നേരെ ഫിൽറ്ററിൽ കയറ്റും നെട്ടിടണത്, അല്ലേ? ഫിൽറ്ററുകളാണ് ഫുള്ള് യൂസ് ചെയ്യുന്നത്. അപ്പോ ഇല്ലാത്ത ജീവിതങ്ങൾ ഉണ്ടാക്കി കാണിക്കുന്ന അവസ്ഥ ഇതെന്ത് ചെയ്യും? യാത്രകള്, വിജയങ്ങള്, ഭംഗി ഒക്കെ ഭയങ്കര യാത്രകൾ. ഞങ്ങളിപ്പോ ഗെയ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഞാനീ പറഞ്ഞത് കറക്റ്റ് വേർഡ് പറയുമ്പോൾ ഒരു 3-4 മുഖം വിടർന്നു. അത് ആ കമ്മ്യൂണിറ്റിക്കാണത് വിടരുക, ബാക്കിയുള്ളവർക്ക് അത് വിടരൂല. ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ എന്തിത്താപ്പ് മൂപ്പര് പറയണമെന്ന് വിചാരിക്കും. അതാണ് ഇതിന്റെ ഒരു വിഷയം. അവരിങ്ങനെ പോകുമ്പോ ക്യാമറന്റെ ഫിൽറ്റർ ഇട്ടിട്ട് ഒരു വീഡിയോ അങ്ങനെ എടുത്തു കഴിഞ്ഞാല് അത് ഭയങ്കര കാശ്മീരിനെക്കാളും ഭംഗിയുള്ള സംഭവമായിരിക്കും. അപ്പൊ ഇവരിങ്ങനെ ടെൻഷൻ ആവും, ഓനൊക്കെ എവിടേക്കൊക്കെ ടൂർ പോയത്, എന്റെ വാപ്പ എന്നെ എവിടേക്കും കൊണ്ടുപോകണില്ലല്ലോ, എന്റെ വാപ്പ ആകെ കൊണ്ടുപോകുക ഇവിടെ മറ്റേ അതിന്റെ കുന്നുംപുറത്തേക്കാണ്, അല്ലെ? വേറെ എടുക്കും മൂപ്പര് പോകൂല. ഇങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റ്. നമ്മൾ പോണ സ്ഥലത്തും ഈ ക്യാമറ ഇങ്ങനെ ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്താൽ ഇതേ വീഡിയോ കിട്ടും, ഇതേ ഫിൽറ്റേഴ്സും ഇതേ BGM-ഉം ഇതേ ആനിമേഷനൊക്കെ ഇട്ടാ കിട്ടും. അപ്പോ ഇതാണ് ഒന്ന്, ഇല്ലാത്ത ഒരു സാധനങ്ങൾ തരിക എന്നുള്ളതാണ്. 2, ശരീരത്തിന്റെ രൂപം, സൗന്ദര്യം. ഇതിലൊക്കെ ടെൻഷൻ ഉണ്ടാകും. ഇൻസ്റ്റാഗ്രാം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്വന്തം തടി കുറച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള സിസ്റ്റം അടക്കമുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്, വ്യത്യസ്തമായ ഫിൽറ്ററുകൾ ഉപയോഗിച്ച്. അപ്പൊ ഞാൻ മാത്രമേ ഒന്നിനും ഭംഗിയും ചെയ്യലും ഒന്നും ഇല്ലാത്ത ഒരാളുള്ളൂ. പ്രത്യേകിച്ച് ഇത് പെൺകുട്ടികളെയാണ് ബാധിക്കുക. അതുകൊണ്ട് ഒന്ന് ചുണ്ടു ചോപ്പിക്കാതെ നമ്മളെ കുട്ടിയൊക്കെ ഇറങ്ങാൻ പറ്റാത്തടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായി കോസ്മെറ്റിക് ഇൻഡസ്ട്രിയുടെ, ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്ന ഇൻഡസ്ട്രിയുടെ കച്ചവടങ്ങളുടെ ഒക്കെ ഭാഗമാണ്. ഇനി നിങ്ങളൊന്ന് കേൾക്കേണ്ട കാര്യം എന്താ അറിയോ? ഇൻസ്റ്റഗ്രാം ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളിൽ 70% ആളുകൾക്കും സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് കുറവുണ്ട് എന്നാണ്. ഞാൻ തടി കൂടുതലാണ്, എന്റെ മൂക്കിന് ഭംഗിയില്ല, ഞാൻ വെളുത്തിട്ടല്ല, ഈ ഫീലിംഗ് ഉണ്ട് എന്നാണ്. ഈ ഫീലിംഗ് ഇല്ലാത്ത
ആളുകൾ 30% മാത്രമേ ഇതൊന്ന് കഴിച്ചിലായി പോണുള്ളൂ എന്നാണ്. അതാരാ? ഇൻസ്റ്റഗ്രാം ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയും പിന്നെ സൈക്കോളജിയിൽ. എന്താണ്? ശരിയും തെറ്റും വേർതിരിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി അത് വന്നതിന് ശേഷം ഉപയോഗിക്കുന്നവർ മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടുന്നുള്ളൂ എന്നാണ്. മാത്രമല്ല ഫോട്ടോസ് ഒക്കെ ഇടുമ്പോൾ എന്തെന്ന് വെച്ചാൽ പലരും പല തെറിയും പറയും. അജ്ഞാതരായ ആളുകളുടെ തെറി വരും. ഈ തെറികളൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യനെ ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ്. അപ്പോ ഇതിലൊക്കെ ഒരുപാട് ഡോക്യുമെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ പിന്നെ ഇൻസ്റ്റഗ്രാമിന്റെ അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെ ഒക്കെ CEO ആയിട്ടുള്ള മാർക്ക് സുക്കർബർഗിനെ അമേരിക്കയുടെ ഒരു പ്രത്യേക സംവിധാനം ചോദ്യം ചെയ്തൊരു സംഭവമുണ്ട്. യൂട്യൂബിലെ വീഡിയോ ഉണ്ട്, ചോദ്യം ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ ഈ പ്ലക്കാർഡ് പിടിച്ചു നിൽക്കുന്ന അമ്മമാരെ കാണാൻ പറ്റും. അവരെന്താ ആവശ്യപ്പെടുന്നത്? ഞങ്ങളുടെ കുട്ടികളെ കൊന്നത് ഇൻസ്റ്റയാണ്, ജീവിതം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആത്മാവിനെ തിരിച്ചു തരുമെന്നാണ് ആളോട് പറയുന്നത്. ഒരു പ്രത്യേകതരം സമരമാണ്. അപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് കെണികൾക്ക് മധ്യത്തിലൂടെയാണ് പോകുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ഒരു 10-30 കാര്യങ്ങൾ ഇൻസ്റ്റയായിട്ട് ബന്ധപ്പെട്ടത് ഞാൻ നോട്ട് ചെയ്തത് ഉണ്ട്. ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. മാത്രമല്ല ഇൻസ്റ്റ യൂസ് ചെയ്തിട്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യണ്ടായി. അപ്പോ മോളി റസൽ എന്ന് പറയുന്ന 14-കാരി ആത്മഹത്യ ചെയ്തത് ലോകത്ത് വലിയ കോളിളക്കം ഉണ്ടാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റയൊക്കെ അവരുടെ പ്രൈവറ്റ് പോളിസികളടക്കം ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അത് അവർക്ക് $500 ബില്യൺ പിഴ വിധിച്ചു. $500 ബില്യൺ എന്ന് പറഞ്ഞാൽ പൈസ അത്രയും വലിയ പിഴ വിധിച്ചു. അവരുടെ കുടുംബത്തിന് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഇങ്ങനത്തെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഗൗരവതരമായൊരു ചോദ്യം. ഇൻസ്റ്റ യൂസ് ചെയ്യണ 32% പെൺകുട്ടികളിൽ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അവരുടെ ശരീരത്തെക്കുറിച്ച് അസ്വസ്ഥത ഉണ്ട് എന്നാണ്. 6.7% കുട്ടികളിൽ ആത്മഹത്യാ വിചാരങ്ങൾ ഉണ്ട് എന്നാണ്. ഇൻസ്റ്റ യൂസ് ചെയ്യണേ 6.7%. 100-ൽ 7 കുട്ടികൾ വരെ ഉള്ളവർക്ക് എന്തുണ്ട്? ഉള്ളിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യണം എന്നിങ്ങനെ ഇടയ്ക്കിടക്ക് തോന്നാറുണ്ട്. ഞാൻ ബ്ലേഡ് മുറിക്കും, ഞാൻ ഇതാക്കും, വാതിലടക്കും, ഞാൻ കാട്ടിത്തരാം എന്നൊക്കെ പറയില്ലേ ചില കുട്ടികൾ. ഞാൻ കാട്ടിത്തരാം നിങ്ങൾക്ക് എന്നൊക്കെ പറയും. അതൊക്കെ എവിടുന്ന് വരുന്നതാണ്? ഇതിമെന്ന് വരുന്നതാണ്. പിന്നെ ഇത് എപ്പോഴാണ് അത് യാഥാർത്ഥ്യമാകുക? എന്തോ ഒരു സാഹചര്യം ഒത്തു വന്നു, അങ്ങനെ ഉണ്ടാവും. അതാണ് ആത്മഹത്യയിലേക്ക് യഥാർത്ഥത്തിൽ എത്തിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, ഇതേപോലത്തെ മറ്റൊരു വിഷയമാണ്. 4-മത്തെ ഒരു പ്രശ്നമാണ്, 4-മത്തെ ഒരു അഡിക്ഷനാണ് ഗെയിം അഡിക്ഷൻ. കുട്ടികളിലെ ഗെയിം അഡിക്ഷൻ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് എത്തുക. ഗെയിം കൊടുക്കാത്തതിന് ഒരു മോനെ വല്യമാനെ പറ്റി പറഞ്ഞെന്താ അറിയോ? വല്യമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കുന്ന ആളാണ്. വല്യമ്മ ക്യാൻസർ രോഗിയായിട്ട് ഈ ലെൻസിന് ക്യാൻസർ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ 1 മണിക്കൂറൊക്കെ എടുക്കും. ഫില്ലറിൽ ഇങ്ങനെ മരുന്നെടുക്കുന്ന ഫില്ലറിൽ വായിലേക്ക് ഇങ്ങനെ ഒറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അവരിങ്ങനെ ചുമക്കും, അവരിങ്ങനെ ശ്വാസം നിലക്കും, വീട്ടിൽ അന്തരീക്ഷമൊക്കെ മാറും. അപ്പൊ ഇവന് ഈ ചെറിയൊരു കാര്യം പോലും സഹിക്കാൻ കഴിയാഞ്ഞിട്ട് അവൻ പറയണത്, ഈ ഒരു ചെറിയ കാര്യം പോലും സഹിക്കാൻ കഴിയാഞ്ഞിട്ട് അവൻ പറയണത്, തള്ള നിങ്ങൾ കുറെ കാലം കുടിച്ചതല്ലേ വെള്ളം, ഇനി നിർത്തിക്കൂടെ? ഈ ഉമ്മ ചോദിക്കാണ്. അവർക്ക് ക്യാൻസർ വന്നതിലേറെ വലിയ പെയിനാണ് ആ മോന്റെ വായിന്ന് യഥാർത്ഥത്തിൽ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഗെയിം അഡിക്ഷനുകൾ. മറ്റൊന്നാണ് ഫാൻ അഡിക്ഷൻ. ഫുട്ബോളിൽ ഫാൻ ഉണ്ടാകും, അതേപോലെ തന്നെ ക്രിക്കറ്റിൽ ഫാൻ ഉണ്ടാകും, ഇങ്ങനെ പലതിലും ഫാൻ ഉണ്ടാകും. ഈ ഫാൻ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താ? മമ്മൂട്ടിയുടെ ഫാൻ അല്ലെ, അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഫാൻ. ഈ ഫാൻ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ? ഒന്നും കാണാൻ കഴിയാത്തൊരവസ്ഥ വരും. ഇതിന്റെ ഹയർ ലെവലിലേക്ക് എത്തുമ്പോൾ അവരെ പോലെ ആകാനുള്ളൊരു ഫാൻഡം സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അവസ്ഥ തന്നെ ഉണ്ട്. എന്താ? ഞാൻ മമ്മൂട്ടിയായി എന്നിങ്ങനെ തോന്നും, നടത്തത്തിൽ, വർത്താനത്തിൽ. അതല്ലെങ്കിൽ ക്രിക്കറ്റിൽ ഇത് തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ നടക്കുമ്പോ ഇങ്ങനെ ആക്ഷൻ എടുക്കും, നടക്കുമ്പോ ഇങ്ങനെ പന്ത് കളിക്കും. മനസ്സിലല്ലേ? എന്ത് കിട്ടിയാലും അതിനെ പന്താക്കും, വെറുതെ തട്ടും. എന്ത് കിട്ടിയാലും അതിനെ ബാറ്റാക്കും. ഇതൊക്കെ ഒരുതരം ഡിസോർഡറാണ്. ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അപ്പൊ വേറെ ഒന്നും കാണൂല. അപ്പുറത്ത് വല്യമ്മ മരണവക്രത്തിലാണെന്നുള്ളത് ഓന് പ്രശ്നമാവൂല. ഓനൊരു ഗൗരവവും ഇല്ല എന്നറിയാം നമ്മള്, അല്ലെ? നമ്മൾ പറയുന്ന ഡയലോഗാണ് എന്ത്? ഒരു സീരിയസ്നെസ് ഇല്ല, വയസ്സ് എത്രയായി, ഒന്നിലൊരു പക്വതല്ല, ഒരു ബോധമല്ല. ഓന് എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അറ്റൻഷൻ ഡിസോർഡർ ഉണ്ടാകും. എന്താ അറ്റൻഷൻ ഡിസോർഡർ? എന്താ? ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കാൻ ഒരു നിശ്ചിത മിനിറ്റേ പറ്റുള്ള, കഴിഞ്ഞാൽ മിക്കവാറും അത് 1 മിനിറ്റിലേക്കും 30 സെക്കൻഡിലേക്കും ചുരുങ്ങാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കാൻ പറയണത്. മനുഷ്യന്റെ ഇപ്പോ എന്റെ മക്കൾക്ക് എല്ലാവർക്കും കാഴ്ച പരിമിതി ഉണ്ട്, കുറച്ച് കേട്ടോ. കാഴ്ച പരിമിതി ഉണ്ട്, ബേജാറേണ്ട കാര്യമൊന്നുമില്ല. കണ്ണടയൊക്കെ വെക്കുമ്പോൾ തന്നെ ചില രക്ഷിതാക്കളാകെ നൊലോളിച്ച് നമ്മളൊക്കെ വിളിക്കലുണ്ട്, മോൾ കണ്ണട വെക്കേണ്ട അവസ്ഥയാണ് മൗലവി, എന്താ ചെയ്യാ? പഠിച്ചോ തന്ന അനുഗ്രഹമാണ് കണ്ണട, അതില്ലെങ്കിൽ എന്താ കാട്ടുക? അത്രയല്ലേ ഉള്ളൂ, ഒരു പ്രശ്നമില്ല. അപ്പോ ഇവരെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ ഡോക്ടർ എന്താ പറയുക? ദൂരെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പാടങ്ങളും പറമ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ
പരമാവധി ദൂരം കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ദൂരത്തേക്ക് നോക്കാനുള്ള ആ കഴിവ് യൂസ് ചെയ്യും. എന്നാലോ ഇന്ന് ബിൽഡിങ്ങുകളാണ് ഇഷ്ടം പോലെ. അപ്പൊ എന്ത് ചെയ്യും? കണ്ണിന് ദൂരത്തേക്ക് നോക്കാനുള്ള ആ കപ്പാസിറ്റി ഉപയോഗിക്കാനുള്ള അവസ്ഥ അല്ല. അപ്പൊ ഒരു കപ്പാസിറ്റി ഉപയോഗിക്കാതിരുന്ന എന്ത് ചെയ്യും? അത് സ്വയം ഡിസേബിൾ ആവും, അത് സെൽഫ് ഡിസേബിൾ ആവും. ഇവിടെ ഇരുട്ടുള്ള സ്ഥലത്തേക്ക് നമ്മളെ കയറിയിട്ട് കുറച്ചേരം ഇങ്ങനെ നിന്നാൽ പതുക്കെ നമ്മളിങ്ങനെ കാണൽ തുടങ്ങും. അപ്പൊ നമ്മളെ എക്സിബിഷനിൽ നിങ്ങളെല്ലാവരും പോകണം, കാണണം എന്ന് ഞാൻ പറയണേ. അത്യാവശ്യം നല്ല മല്ല് കെട്ടിയാലേ കാണാൻ പറ്റുള്ളൂ. നല്ല 12:45 അവസാനത്തെ ബാച്ച് കയറിയത്, മനസ്സിലല്ലേ? അതിലൊരു ഇതുണ്ട്, കാഴ്ച പരിമിതിയുടെ ലോകം എന്താന്ന് മനസ്സിലാക്കി തരുന്ന സാധനമുണ്ട്. അതിന്റെ ഇറങ്ങണ ഒരാളും കണ്ണു നിറയാത്ത ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഒരു 10 മിനിറ്റ് കാഴ്ച പരിമിതിയുടെ ലോകത്തുകൂടെ ഇങ്ങനെ കയറിയിട്ടുണ്ട്, ഇറങ്ങും. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, ഇത് കറുപ്പിക്കണം, ഇരുട്ടാക്കണം. ഇരുട്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഭയങ്കര പണിയെടുത്തു. ഇരുട്ടാക്കാൻ വേണ്ടി പണിയെടുത്തു പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കുറച്ചേരം അവിടെ നിൽക്കുമ്പോൾ നമ്മളെ തലച്ചോറ് നമ്മൾ ഇരുട്ടത്താണെന്ന് മനസ്സിലാക്കി തന്നിട്ട് നമുക്ക് മൈൽഡ് ആയിട്ടുള്ള കാഴ്ച തരും. എങ്ങനെയാലും കാഴ്ച പരിമിതിയുടെ ലോകം ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. പക്ഷെ ഫസ്റ്റ് അവിടെ ചെന്നതിലുണ്ട് ഇറങ്ങണ ഒരാൾക്ക് ഭയങ്കര ഇരുട്ട് ഫീൽ ചെയ്യും. ഒരു 4 വട്ടം കയറി ആ ഇരുട്ട് ഫീൽ ചെയ്യൂല. ഞാൻ ഇവിടെ പറയാൻ ശ്രമിച്ചത്, മനുഷ്യന്റെ ഏത് കപ്പാസിറ്റിയും മനുഷ്യൻ ഉപയോഗിച്ചിട്ടില്ല അവിടെ കിടക്കും. ഇപ്പൊ ഷോർട്സ് ആണ്, 30 മിനിറ്റിന്റെ ഷോർട്സ്. തുടർച്ചയായി 30 മിനിറ്റിന്റെ ഷോർട്സ് കണ്ട എന്താ സംഭവിക്കുക? മനുഷ്യന്റെ അറ്റൻഷൻ പാനൽ, മനുഷ്യന്റെ ശ്രദ്ധ എന്ന് പറയുന്നത് 30 സെക്കൻഡ് ചുരുങ്ങും. അതാ സംഭവിക്കുക. 1 മിനിറ്റ് ചുരുങ്ങും. അപ്പൊ കുട്ടികൾക്കൊക്കെ പൊതുവെ ക്ലാസ് റൂമുകളിൽ അറ്റൻഷൻ ഡിസോർഡർ ഉണ്ടാകും, ഭയങ്കരമായ പ്രതിസന്ധി ഉണ്ടാകും. ഇതേപോലെ മറ്റൊന്നാണ് എന്താ അറിയോ? സിനിമകളുടെ അഡിക്ഷൻ വരുമ്പോ ആ സിനിമയിലുള്ളതൊക്കെ ഞാൻ എന്റെ ഒരു ഖുതുബയിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് തലച്ചോറിന് പിന്നെ ഒരു ഇടിരംഗം ഉണ്ടാകേണ്ടി വരുമ്പോ, ഒരാളെ അടിക്കേണ്ടി വരുമ്പോ തലച്ചോറ് ഈ സ്റ്റോർ ചെയ്ത് വെച്ചത് എടുക്കുന്നത് 5 കൊണ്ട് പൊട്ടിച്ചോ എന്ന് പറയും. അതാണ് വിഷയം. ഇനി നിങ്ങൾ നോക്ക്, ഫ്രണ്ട് സർക്കിളുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഡോപ്പമിൻ സാഹചര്യങ്ങൾ ഉണ്ടാകും, തെറ്റായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകണം. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞ എന്തിനാ അറിയോ? ഇന്നത്തെ ഖുതുബയിൽ ഒറ്റ കാര്യം പറയാനാണ്. ശരിക്കും ശ്രദ്ധിച്ചോളൂ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ 10 ഇരട്ടിയുണ്ട്. ഇങ്ങനെയുള്ള ഒരു ലോകത്തേക്ക് നമ്മളെ കുട്ടികളെ നമ്മൾ വിടുമ്പോ അവർ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്താണ് നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ളത്? അതെന്റെ ക്വസ്റ്റ്യൻ. 4 ഖുതുബയിൽ ചോദ്യം ചോദിക്കുന്നു ഞാൻ കഴിഞ്ഞ ഖുതുബി പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല, കഴിഞ്ഞ അതിന്റെ മുമ്പത്തെ ഖുതുബയിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, എന്താ ഒന്നാമത്തെ ഇത്, വ്യത്യസ്ത ആശയങ്ങളുടെ അടിമത്തത്തിന് രക്ഷപ്പെടാൻ എന്താ കൊടുത്ത്? സോഷ്യൽ മീഡിയയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ നമ്മൾ കൊടുത്ത്? ഗെയിം അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് നമ്മൾ കൊടുത്ത്? വാപ്പ ഉമ്മ എന്ന നിലയ്ക്ക് എന്താണ് കൊടുത്തത്? അതെന്റെ ക്വസ്റ്റ്യൻ. എന്നിട്ടും ഈ മക്കളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ലഹരിയുടെ അഡിക്ഷൻ, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്താണ് നമ്മൾ കൊടുത്ത്? നമ്മുടെ എക്സിബിഷനിൽ നിങ്ങൾ ലഹരിയുടെ പരിസരത്താണോ എന്ന് അറിയാനൊരു സർവേ ഉണ്ട്. ഒരു 5 ചോദ്യം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ലഹരിയും നിങ്ങളും തമ്മിലുള്ള ദൂരം എത്രയാണ്. അത് കുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഉണ്ടാക്കിയതാണ്, മനസ്സിലായില്ലേ? നിങ്ങൾ ഫോൺ അഡിക്റ്റ് ആണോ എന്ന് അറിയാൻ അവിടെ ഒരു സർവേ ഉണ്ട്. ഒരു 10 ചോദ്യം ഉണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഫില്ല് ചെയ്താൽ സയന്റിഫിക് ആയ ടൂൾസ് ആണ്. അപ്പോ ഞാൻ പറയണത്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് കൊടുത്ത്? മദ്രസയിൽ കുട്ടിനെ പഠിപ്പിച്ചു. ഏത് മദ്രസയിലെ സിലബസിലാണുള്ളത്? നിങ്ങളത് പറഞ്ഞുതരും. സുന്നി, മുജാഹിദും ജമാഅത്തൊക്കെ എടുത്തോളി. എവിടെയുള്ളത്? നമ്മൾ പറയാം, ഞാനിപ്പോ അൽഹംദുലില്ലാഹ് നമുക്ക് ഇതിന്റെ ഡിസ്കഷനിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്ന ആളാ. നമ്മൾ 2 കൊല്ലം മുമ്പ് സിലബസ് പരിഷ്കരിച്ചു സമ്പൂർണ്ണമായിട്ട്, പുതിയ കാലത്തിന് പറ്റുന്ന രീതിയിൽ. പക്ഷെ ഞങ്ങൾ വിലയിരുത്തിയത് എന്താ പറയുക, 6 മാസം കൊണ്ട് അത് ഔട്ട്ഡേറ്റഡ് ആയി. കാരണം അപ്പുറത്തും ലോകമാകെ മാറി. നമ്മൾ സിലബസ് ഉണ്ടാക്കി വരുമ്പോൾ തന്നെ ലോകത്ത് പുതിയ ട്രെൻഡ് കൊണ്ടുവരും. ഇപ്പൊ ഇതിന്റെ അടുക്കുണ്ടായിരുന്ന പാട്ട് ഏതാ? ഇതിന്റെ അടുക്കുണ്ടായിരുന്ന പാട്ട് ഭയങ്കര ട്രെൻഡിങ് ആയ ഒരുത്തന്റെ പാട്ടുണ്ടായിരുന്നു. ഇപ്പൊ വേറൊരാൾ കയറി വന്നു, അയാളുടെ പാട്ട് ആ നിലക്ക് അപകടകരമല്ല അല്ലെ? ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെടുകയും കഞ്ചാവ് ഉപയോഗിക്കുകയും വിവാദത്തിലൊക്കെ പെടുകയും ചെയ്ത വ്യക്തി, അയാളുടെ തൊട്ട് മുമ്പ് വേറൊരുത്തൻ വന്നിരുന്നു. അവൻ പാടുന്ന പാട്ടെന്താ? 2000 ആൾക്ക് സൗകര്യം ഉണ്ടാക്കിയ 22,000 ആള് വരുന്ന സദസ്സിലും പാടുന്ന പാട്ടെന്താ? ചോര കൊണ്ട് സോഡാ സർവത്ത് അടിക്കണം എന്നാണ്. ചോര കൊണ്ട് സോഡാ സർവത്ത് അടിക്കണം എന്ന് കുട്ടികളെ തലച്ചോറിനുള്ളിൽ തച്ച് കയറ്റുന്ന ആളുകൾക്കൊപ്പി ചാർപ്പിച്ച് ആർത്ത് വിളിച്ച് അവരുടെ ഫോട്ടോ സ്വന്തം നെഞ്ചിൻ കൂട്ടിൽ വെച്ച് ജീവിക്കണ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു വെച്ചത് എന്താണെന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. നിങ്ങളെ മോൾക്ക് വേണ്ടി, നിങ്ങളെ മോന് വേണ്ടി പ്രണയത്തിൽ അകപ്പെടാതിരിക്കാൻ എന്താ ചെയ്തത്? കാണുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, പ്രണയിക്കരുതട്ടോ കുഞ്ഞോ എന്നിങ്ങനെ പറയും അല്ലേ? അതുകൊണ്ട് കാര്യമുണ്ടോ? അനക്ക് വിശക്കരുത് മോളെ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മോൾക്ക് വിശക്കരുത്, മോൾക്ക് തലവേദനയാകരുത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊന്നും അവരുടെ കൺട്രോളിലുള്ള കാര്യമല്ല. അപ്പോ അതിനുള്ള വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ടത് കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള സാഹചര്യങ്ങൾ ശരിയാമിതം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ഈ വിഷയം ഇന്ന് നമ്മളൊരു 3-4 ഖുതുബയിൽ പറഞ്ഞത് വീണ്ടും ഇന്ന് ഖുതുബയായി എടുക്കാനുള്ള കാരണം എന്താ അറിയോ? കഴിഞ്ഞ 2-3 ഖുതുബയിൽ ഞാൻ നമ്മുടെ പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്ന ഒരു വലിയ സമ്മേളനത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. 11-ാം തീയതി വൈകുന്നേരം
ഒരു 4 മണി മുതൽ രാത്രി 9 മണി വരെ നമ്മൾ ഇവിടുന്ന് വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. കുറെ കുട്ടികൾ പോകുന്നുണ്ട്. അപ്പൊ അതിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ഓളോട് ചോദിച്ചു നോക്കട്ടെ എന്നാണ് ചിലപ്പാരുടെയൊക്കെ പ്രതികരണം. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും ആളുകളോടാണ് ഞാൻ പറയുന്നത്, കുട്ടിക്ക് ഓപ്ഷൻ കൊടുക്കാണ്. ഓൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓള് പോയിക്കോട്ടെ. ഇത് എവിടുന്ന് വന്നതാ? ഇത് കുട്ടികളെ താല്പര്യപ്പെടുത്തി നമ്മൾ പറഞ്ഞേക്കേണ്ട കാര്യമാണ്. നമ്മൾ കെണിയിലും അപകടത്തിലും കുഴിയിലും ചാടിയതിന്റെ ശേഷം നെഞ്ചത്തടിച്ച് നൊലോളിക്കാനുള്ളതല്ല നമ്മുടെ നിലപാട്. നിങ്ങളൊക്കെ മലയാളത്തിൽ ഖുത്ബ കേൾക്കുന്ന പള്ളിയിൽ വരുന്നവരാണ്. ആ ബോധ്യം നമുക്ക് വേണം. എന്ത് ക്ലാസ്സിന് എന്ത് പരിപാടിക്കും വിളിക്കുമ്പോ കുട്ടികളോട് ചോദിച്ചു നോക്കട്ടെ. കുട്ടികളെ പറഞ്ഞ് പ്രേരിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് പാപ്പിമ്മി നിൽക്കേണ്ട സ്റ്റാൻഡിലാണ് നിന്നാ കുട്ടി പോകേണ്ടടുത്തോണ്ട് പോകും. എന്താ സംശയം? ഇവിടെ വരുന്നുണ്ടല്ലോ കുട്ടികൾ. എല്ലാ ശനിയാഴ്ച രാവിലെ ഇവിടെ 1 മണിക്കൂർ ക്ലാസ് ഉണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയൊക്കെ ബോയ്സ് എത്രങ്ങാനും കുട്ടികൾ, പുതിയ കുട്ടികൾ വന്നു. ഗേൾസ് എത്ര ആളുകൂടെ ഉണ്ട്? 30 ചില്ലാൻ ആളുകളുണ്ട് ഇവിടെ എല്ലാ ആഴ്ചയും. ഒരു 40ന്റെ ഉള്ളിലുള്ള ആളുകൾ എല്ലാ ആഴ്ചയും രാവിലെ ഇവിടെ ക്ലാസ്സിനുണ്ട്. അത്രയും അറ്റൻഷനിൽ അവർ കേൾക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതാ രക്ഷിതാക്കൾ സന്നദ്ധത കാണിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചും കൂടി ശ്രദ്ധ നമുക്ക് വേണം എന്നീ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ സ്വന്തം മാതാപിതാക്കൾ തിരുത്തിയ മക്കളുണ്ട്. നമ്മുടെ കുട്ടികൾ അങ്ങനെയാണ് ആവേണ്ടത്. നമ്മുടെ മക്കൾ അങ്ങനെ ആവേണ്ടത്. അസ്ഹാബുൽ ഉഖ്ദൂദ്, ഒരു നാട്ടിലെ രാജാവ് തീരുമാനിച്ചു അള്ളാഹനെ മാത്രമേ ആരാധിക്കുള്ളൂവെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ തീ കൊണ്ടെന്ന്. ആളിക്കത്താണ്. നമ്മൾ കാണുന്ന ഒരു 4-5 ബിൽഡിങ്ങിന്റെ ഉയരത്തിൽ തീ ഇങ്ങനെ കത്തണുണ്ട്. അങ്ങനെ ഉണ്ടാവും. അവിടേക്ക് തൗഹീദ് സ്വീകരിച്ച മനുഷ്യന്മാർ ഇങ്ങനെ പോവുക. അള്ളാഹനെ മാത്രമേ ആരാധിക്കുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. അവർക്ക് വേണമെങ്കിൽ മുണ്ടാതിരുന്ന് കണ്ട് ഒറ്റക്ക് ആരാധിച്ചാൽ മതിയായിരുന്നു. പക്ഷെ രാജാവിനോട് ഞങ്ങൾ നിങ്ങളെ ആരാധിച്ചോളാന്ന് പറഞ്ഞിട്ട് ഒറ്റക്ക് ആരാധിച്ചു. അവർ നിലപാട് വ്യക്താക്കി. ഞാൻ എപ്പോഴും പറയണതാണ്, നിലപാട് വ്യക്താക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. നിലപാട് വ്യക്താക്കുക എന്നുള്ളത് ധൈര്യമായിട്ട്, ഒരാളെയും പേടിക്കാതെ, റബ്ബിനെ മാത്രം പേടിച്ച് പാട്ടച്ചോൻ സഹായിക്കും. അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ തീയിലേക്ക് ഇങ്ങനെ ചാടുകയാണ്. ഓരോരുത്തർ ഇങ്ങനെ തീയിലേക്ക് കൊണ്ട് ഇങ്ങനെ തള്ളുകയാണ്. ആരും പേടിക്കണില്ല. കാരണം അവർക്ക് അത്രയും ഉറപ്പുണ്ട്, ഈ തീ അണയുമ്പോൾ, ഈ ശരീരം വെന്തുരുകി അതിങ്ങനെ വെണ്ണീരാകുമ്പോൾ അവിടെ ആരംഭിക്കുന്ന ഒരു ജീവിതമുണ്ട്. അത് സ്വർഗത്തിന്റെ ജീവിതമാണെന്നുള്ള ബോധ്യമാണ്. അപ്പൊ അവസാനം ഒരു കുട്ടിയെ വന്നത്. ഈ ഉമ്മയും കുട്ടി വന്നപ്പോ ഈ കുട്ടീനെ അമ്മ ഇങ്ങനെ നോക്കിയിട്ട്, തീക്ക് ചാടുന്നതിന് തൊട്ട് മുമ്പ് അവരിങ്ങനെ നോക്കിയിട്ട് അവരിങ്ങനെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി. തിരിഞ്ഞിങ്ങനെ നടന്നപ്പോ കുട്ടിമാനെ പിന്നിൽ നിന്നിട്ട് വിളിച്ചു, മച്ചേ നമുക്കും പോണം സ്വർഗത്തേക്ക്, മച്ചുവാ ഖലാസ്. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ മക്കൾ നമുക്ക് ഉണ്ടാവണം. മദ്യപാനികളായ പാപ്പമാരെ തിരിച്ചു കൊണ്ടുവന്ന, പരസ്പരം കലഹിക്കുന്ന ഉമ്മനിപ്പനെയും ശരിയായ രീതിയിൽ സഞ്ചരിപ്പിച്ച എത്രയോ മക്കളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നാഷണൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ, ഡൽഹിയിലും മറ്റുമൊക്കെ നാഷണൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പലപ്പോഴും നമ്മൾ പോവുകയും അവിടുത്തെ കുട്ടികളുടെ പരിപാടികളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ എല്ലാ തിന്മകൾക്കുമെതിരിൽ നേരത്ത് നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, നിഷ്ഠയുള്ള സുന്നത്ത് നോമ്പ് പോലും നോൽക്കുന്ന എത്രയോ മക്കളുണ്ട്. എന്താ അതിന്റെ പ്രചോദനം? അവരുടെ ഉള്ളിൽ ഈ പറയുന്ന കെണികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു പാസ്വേഡ് ഉണ്ട്, അള്ളാഹ് എന്നുള്ള പാസ്വേഡ്. അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റണം. യുഹവ്വിദാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുനസ്സിറാനിഹി. ഓരോ കുഞ്ഞും ശുദ്ധപ്രകൃതിയിൽ ജനിച്ചിട്ട് വാപ്പി ഉമ്മയാണ് അവനെ യഹൂദനും നസ്രാനിയും മജൂസിയും ഒക്കെ ആക്കുന്നത് എന്നാണ്. മദ്യപാനിയും വ്യഭിചാരിയും ഒക്കെ ആക്കുന്നത് വാപ്പിയമ്മയും തന്നെയാണ്. എന്റെ ബാക്കി അതാണ്. ലഹരിക്കാരനാക്കുന്നതും വാപ്പിയമ്മയും തന്നെയാണ്. അത് എങ്ങനെയാണ്? നേരെ കള്ളു വാങ്ങിക്കൊണ്ടു കൊടുക്കണമെന്നല്ല, അവന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ അവന് സംഭവിക്കും. അതുകൊണ്ട് ആ കാര്യം ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. നാളെ നമുക്ക് ക്ലാസ് ഇല്ല. വ്യക്തിപരമായി ഞാൻ അവിടെ നഗരിയിൽ എൻഗേജ്ഡ് ആയതുകൊണ്ട് നാളെ ക്ലാസ് ഉണ്ടാവുകയില്ല എന്ന് പാരന്റ്സിന് കുട്ടികളെ അറിയിക്കുകയാണ്. പരമാവധി ആളുകൾ നമ്മുടെ കോൺഫറൻസിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. നാളെ രാത്രി 10 മണി വരെ 8 മണി വരെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രദർശനം ഉണ്ടാകും. ഒന്ന് റിസ്ക് എടുത്ത് വന്ന് കാണാൻ പറ്റുന്നവരൊക്കെ കാണാം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അവന്റെ മുഅ്മിനുകളിൽ മുഖ്ലിസുകളിൽ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ സാക്ഷാത്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ അള്ളാഹു കൺകുളിർമയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു